എന്താണ് എന്ത് ആരാന്നാ? ഞങ്ങളിവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിവിടെ ഒരാളുണ്ട് നേരത്തെ കയറിയെന്നായിരുന്നു. എൻ്റെ ഭർത്താവ് ഇവിടെ അല്ലേ ഇപ്പൊ ഈ നേരത്ത്? എപ്പോ പോയി? എന്ത് ഉറക്ക പറയും? എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് വന്ന് ഞങ്ങള് കണ്ടല്ലേ. ഞങ്ങൾക്ക് കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഞങ്ങള് ഇവിടത്തെ ആളുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ നോക്കട്ടെ. എടാ അതിന്റെ ചോട്ടിലൊക്കെ അതിന്റെ ചോട്ടിലൊക്കെ അതിന്റെ ഉള്ളിൽ ബാത്റൂമിന്റെ കുറ്റി. ഇത് ബാത്റൂം അല്ലേ? കുറ്റി ഇവിടെ നിട്ടുണ്ടല്ലോ. തുറന്ന് ആള് ചെയ്യല്ലോ. ഇങ്ങോട്ടിറങ്ങ്. എവിടെയുള്ള പറക്കുളത്ത് നീ എങ്ങനെ ഇങ്ങോട്ട് എത്തിയത്? ബൈക്ക് അവിടെ വെച്ചുള്ളത്? ഞാൻ പറയല നീല ബൈക്ക് പൾസർ അവിടെ ഇരിക്കുന്നുണ്ട്. കൊറേ കാലായി ഞങ്ങളിങ്ങനെ നോക്കി നടക്കണ. അതിന്റെ മുഖം കാണട്ടെ. ഓരോ മുണ്ടൊന്ന് മാറ്റി മുണ്ട് മാറ്റടാ. മുഖം കാണട്ടാ. നാലാള് കാണട്ടാനെ. അത് ശരി. ഞങ്ങൾ ഈ ചുറ്റോർത്ത് ഞങ്ങളെന്താ ആണുങ്ങളാരും ഇവിടെ ഇല്ലാന്ന് വിചാരിച്ച് ഈ ചുറ്റോർത്ത് ഞങ്ങളുണ്ട് ആണുങ്ങള്. അത് ശരി. ഞങ്ങളെ കണ്ണു വെട്ടിച്ചിട്ടാണല്ലോ ഇവിടേക്ക് കയറിയത്. എന്താണ് കെട്ടിക്ക് നല്ല കൊടുക്കും. കിട്ടട്ടെ. അതില് കുഴപ്പമൊന്നുമില്ല. ഷാജി പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വരണം. എന്റെ പേരെന്താടാ? രവിയാ. സുഖേട്ടാ നിങ്ങള് അത് നോക്കി ഓനോ രണ്ടെണ്ണം കുടിക്കും. അങ്ങനെ വിട്ടാ പറ്റില്ല. എന്നുവെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോ. തൽക്കാലം ഇവിടെ ഇറങ്ങിയോ. അല്ലെങ്കിൽ ഇപ്പൊ ഇതിലിട്ട് കൂട്ടാ. അല്ലല്ല വെള്ളം കെട്ടിയാൻ പറ്റേ. എവിടേക്കാ പോയുള്ള പറഞ്ഞേ? എവിടേക്കാ പോയി? അല്ലല്ല അങ്ങനെ പോവാൻ പറ്റേ. എങ്ങോട്ടേക്ക് പോണ? ചവിട്ടി പരിപാടിയാക്കണം. എങ്ങോട്ടേക്ക് പോണ? അത് ശരി. മുഖം കാട്ടറ. നമ്പർ പറഞ്ഞ അല്ല അവന്റെ നമ്പറിന്റെ നിങ്ങളെ ഉണ്ടല്ലോ ഈ കാണുന്ന നമ്പറിന്. തെറ്റ് പറ്റില്ല. ഞങ്ങൾ അത് ശരി. ഞങ്ങള് ചിലക്കിയേ ചിലക്കിന്. അങ്ങനെ ഇവിടെ വരാൻ പറയും. വേഗം വരാൻ പറയും. അവൻ ഇവിടെ എത്തിയിരിക്കണം. ശരി. ശരി. ഇത് കൊറേ ദിവസമായി തുടങ്ങിയിട്ടില്ല മോളെ. മുഖം കാണിക്കണ്ടപ്പോ. അല്ലെ പെണ്ണുങ്ങളെ തൊട്ട് കയറട്ടെങ്കിൽ വേറെ വിഷയം വേണ്ട. അത് ശരി. നാലാള് കാണട്ടെ. അന്റെ മക്കളൊക്കെ എവിടെ? തറവാട്ടിലേക്ക് എങ്ങനെ ആര് പോയി? അപ്പൊ അവിടെ ആരാള്? ശരി. മക്കളെന്നെ സൂപ്പറായിട്ട് അവിടെ കൊണ്ടാക്കിയിരിക്കണല്ലേ. എന്നിട്ട് ഇവിടെ എത്തും പരിപാടി. തരക്കടില്ലല്ലോ. അങ്ങനെ ഇരിക്കട്ടെ അവിടെ. വരട്ടെ. നാലാള് വരട്ടെ. അടിച്ചിട്ടോ ചെപ്പതിരിക്കടാ. ആർക്ക് ഭ്രാന്ത്? മുഖം കാട്ടറായി. എന്റെ മുഖം മൂടി വെച്ചുള്ളത്. ശരി. അതാണ് ഇവിടെ പണിയില്ലേ. ആ റിയാസ് ഇവിടെ ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഇതാണ് പണിയില്ലേ. രസം വിളിച്ചില്ലേ? മതി കൊടുത്തത് മതി. ബാക്കി മോന്റെ ഉള്ള ഭർത്താവ് വരട്ടെ. ഇതൊക്കെ ഞാനിപ്പോ ഈ വീഡിയോ മൊത്തം ഇനിയിപ്പോ എന്താ വേണ്ടത്? കട്ടാണോ? ഭർത്താവ്. ശരി. കളി ഇതാ കളി. ഇതാടാ കളി.
ഇതാ കളി. ഇവിടെ എന്നെ എവിടുന്ന ഓടുന്നുള്ളത്? എടരിക്കോടാ. ആ അത് ശരി. അപ്പൊ അനക്ക് എന്റെ ഭർത്താവ് ഒന്നും തരലില്ലേ? എത്ര മക്കളുണ്ട് നിനക്ക്? 4 നീ തള്ളപ്പിടിയാ? ചെക്കൻ പിന്നെ അല്ല എന്റെ ഭർത്താവ് തന്നെ നോക്കണം. നിനക്ക് മക്കളുള്ള ഭർത്താവ് നോക്കൂല വെച്ചിട്ട് ഇതാ പണി. ഞാനൊരിത് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. എന്ത് കൊണ്ടുവരാൻ? ഒരു മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ആരോട് പനോടാ? മരുന്ന് കൊടുന്ന ഉമ്മാർത്ത് എന്നിട്ട് വാങ്ങണം, അല്ലാണ്ട് ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് കയറ്റില്ല, എന്നിട്ട് ബാത്റൂമിൽ ഒളിപ്പിക്കല. അതെ എന്താ ചെയ്ത്? എന്തിനായിരുന്നു? ഒരു തെറ്റ് പറ്റിയതായിട്ട് ക്ഷമിക്കും. ആള് വരട്ടെ. അത് ശരി. അല്ലടോ എന്റെ പേരെന്തെന്നാന്ന് പറഞ്ഞ്? റംലേ. അപ്പൊ അഴീക്കോട് ആൾക്കാർ ആങ്ങളെ വരില്ലേ? എനിക്ക് ആരുമില്ല. ആരുമില്ല. ഒപ്പിയമ്മയില്ലേ? എന്റെ ഭർത്താവ് കുറച്ചാലും ഗൾഫിലല്ലേ ഇരുന്നുണ്ടായിരുന്നത്? ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ചായിട്ട്. അപ്പൊ ഗൾഫിലുള്ള സമയത്തൊക്കെ തന്നെയാവും പരിപാടിയില്ലേ? ഇതല്ലേ പരിപാടിയില്ലാർന്ന് അല്ലേ? അത് ശരി. എന്തുമുണ്ടായിരിക്കും? തെറ്റ് പറ്റണ്. ഇതാ തെറ്റ് തെറ്റ് എന്നും ഇങ്ങനെ തെറ്റ് പറ്റില്ല അങ്ങക്കല്ലേ? സോറി പറയലല്ല, എന്റെ ഭർത്താവ് വരട്ടെ വിളിച്ചിട്ടുണ്ട്. രവീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് റിയാസിനോട് വരാൻ വേണ്ടിട്ട് കേട്ടാ. ഇങ്ങോട്ട് വരട്ടെ. ശരി. അടിച്ചിട്ട് നിരപ്പാക്കുക വേണ്ടത്. നീ ഇരിക്കണല്ലേ ഷർട്ടൊക്കെ ഊരിട്ടിട്ടേ. എടാ നമുക്ക് എത്ര കുട്ടികൾ കല്യാണിച്ചുണ്ടാ? കല്യാണിച്ചില്ലേ? അനക്ക് എത്ര വയസ്സുണ്ടാ? അനക്ക് എത്ര വയസ്സുണ്ട്? അപ്പ നീനെ കണ്ട 27 തോന്നുള്ളൂ. സത്യം പറയണ അനക്ക് എത്ര വയസ്സുണ്ടാ? 30 കാഷണ്ടിയായിട്ട് തല കോൽക്കളി കഴിഞ്ഞ നിലമാതിരി ആയിരിക്കണം. എത്ര വയസ്സുണ്ടോ? 30. 2 കൂടി കൊടുക്കും. അന്റെ കറക്റ്റ് പൈസ. ശരി. 50 എന്തായാലും ഉണ്ടാവില്ല. കണ്ടതിന് 40 എന്തായാലും ഉണ്ട്. ഈ കല്യാണം എത്ര മക്കളുണ്ടാ? സത്യം പറഞ്ഞോ ജി. കല്യാണം ചെയ്ത് വായിരുന്നു ചേട്ടാ. അനക്ക് എത്ര മക്കളുണ്ട് അത് പറയും. മക്കളായിട്ട് ചേട്ടാ നമ്മള് തെറ്റിപ്പോയി. വെറുതെ അല്ല. എങ്ങനെ തെറ്റിപ്പോവാതിരിക്കും? മതിൽ ചാടിയന്റെ കാര്യമൊക്കെ ഇതൊക്കെ തന്നെയാവും. ഈ തല താഴ്ത്തിരുന്നിട്ടൊന്നും കാര്യമില്ല മോളെ കേട്ടാ. ഈ ജാതി പണിയാണെങ്കിലേ. എന്റെ പേരെന്താ പറഞ്ഞു? സുരനാ? സുരേഷാ? എന്താണ്? എടാ എന്താ പേര് പറയടാ. പേര് പറയടാ ഈ ഒരിക്കൽ കൂടി. സുരേന? ഒരു 2 കൂടി കൊടുത്താ പേര് കറക്റ്റ് പറഞ്ഞു തരും. 2 കൂടി കൊടുത്താ പേര് പറയടാ. സുര. അതിനാണ് ഈ സുരേൻ എന്നൊക്കെ പറയണത്. ശരി. മുണ്ട് ശരി. അടിച്ച് നിരപ്പാക്കുക വേണ്ടത്. മറ്റോ വന്നാ നമ്മളെ സാധനം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ഭർത്താവ് വരട്ടെ, ഞങ്ങളിത് കട്ട് ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇത് ആദ്യമായിട്ടാണ്. ഞാൻ എപ്പോഴും പറയല് നിങ്ങളോട്, ഇവിടെ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പല ആൾക്കാരും ഞങ്ങള് നോട്ട് ചെയ്തോണ്ട് കുറെ ആയിപ്പത്. ഈ കോട്ടേഴ്സിൽ നല്ല ടീമൊക്കെയാണ് താമസിച്ചിരുന്നത്. രവിടത് കട്ടാക്കാം. വിഗ്. ആ കാഷണ്ടി വിഗും വെച്ചിട്ടാ വന്നുള്ളടാ നായ്യെ. 26 വയസ്സുള്ളതുണ്ട് എന്റെ വിഗ്. കാക്ക എത്താൻ പോയ ഒരു വിഗും. ശരി. ഇതെന്താണിത്? ഇത് മെച്ചിങ്ങക്ക് ഈർക്കളിച്ച മാതിരി ഉണ്ടല്ലോ. ഇത് എന്താണ്ടത്? വിഗുവന്റെ വിഗാണിത്. വിഗും അഴിച്ചു, ഷർട്ടൊക്കെ അഴിച്ചു. എന്താപ്പോ ഇതൊക്കെ? എന്തെല്ലാം അവസ്ഥ. മക്കളെ തറവാട്ട് കൊണ്ടാക്കിയിരിക്കുന്ന റെക്കോർഡിംഗ് കട്ടാക്കട്ടെ. ഇനി ഭർത്താവ് വരുമ്പോഴാണ് കാണിച്ചു കൊടുക്കുക. ആരോട് പറയാൻ നിൽക്കണ്ടാന്ന്? അതല്ല, കോട്ടേജിന്റെ ഓണർ വിളിക്കണം. അപ്പൊ നിങ്ങക്ക് അവിടെ വീടൊന്നും ഇല്ല? എന്റെ ഇവിടെ ക്വാർട്ടേഴ്സ് എടുത്ത് താമസിക്കണേ റംല? റംല, നിങ്ങക്ക് ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് വീടില്ല പേട്ടരിക്കോട്? അപ്പൊ ഇവിടെ റിയാസിന്റെ അവിടെ സ്ഥലമില്ല അവർക്ക്? ഇതേപോലെ ഞാനിത് കട്ടാക്കി 2 കൂടി കൊടുക്കണം എടുക്കാൻ വേണ്ടി. 4 ആള് ഞാൻ
അവൻ ചത്തു പോകും. നമുക്ക് ചത്തു പോയി. വാട്സപ്പിൽ വിടാലോ ചത്തു പോകും. ഇത് ഇന്ന് വാട്സപ്പിൽ ഇടും നോക്കിക്കോ. കട്ട് ചെയ്യാം. ആ, കട്ട് ചെയ്യണം.